രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവിടെ കെ ബാബുവിന്റെ റിട്ടയർമെന്റ് ആണ്. അത് പാർലമെന്ററി പൊളിറ്റിക്സ് എന്നുള്ള റിട്ടയർമെന്റ് കൊണ്ടാണ് ആ മണ്ഡലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നത്. മാത്രമല്ല, എറണാകുളം ജില്ലയിൽ 14 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും കടുത്ത മത്സരം അല്ലെങ്കിൽ രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി കെ ബാബുവിന്റെ അസാന്നിധ്യം കൊണ്ട് തന്നെ അത് മാറുന്നു. മറ്റൊന്ന്, BJP തിരുവനന്തപുരത്തിന് പുറത്ത് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിന് പുറത്ത് അവർ ശ്രദ്ധേയമായ ഒരു വിജയം ഉണ്ടാക്കിയ നഗരസഭ ഉൾപ്പെടുന്നത് ഈ നിയമസഭാ നിയോജക മണ്ഡലത്തിലാണ് എന്ന കാരണം കൊണ്ട്, രണ്ടാമത്തെ കാരണം അതാണ്. ആ കാരണം കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ മണ്ഡലം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നു എന്നതാണ്. കെ ബാബു മാറുമ്പോൾ ആര് വരും എന്നത് സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി തുറക്കുന്ന ഒന്നാണ്. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് സാമുദായിക സമവാക്യങ്ങൾ എല്ലാ കാലത്തും വളരെ പ്രസക്തമായി തന്നെ അവർ പരിഗണിക്കാറുണ്ട്. അതെല്ലാം ഇവിടെയും ബാധകമാകും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ആര് പകരക്കാരനാകുന്നു കെ ബാബുവിന്? കെ ബാബു 3 പതിറ്റാണ്ട് കാലം ഒരു തവണയാണ് വീണത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ എല്ലാ വിവാദങ്ങൾക്കും വിജയങ്ങൾക്കും ഒക്കെ അദ്ദേഹം ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച അല്ലെങ്കിൽ അതിന് സാക്ഷികളായ മണ്ഡലമാണ്. ആ മണ്ഡലം ഒരിക്കലും ഒരു UDFന്റെ കോട്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ കാരണം, അദ്ദേഹം വരുന്നതിന് മുൻപ് CPM-ന് വലിയ ശക്തി ഉണ്ടായിരുന്ന മണ്ഡലമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തവണത്തെ ട്രെൻഡിനൊപ്പം നിന്നു എങ്കിലും മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല സമ്പൂർണ്ണമായി എന്നത് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം കെ ബാബു അവിടെ പ്രവർത്തിച്ച് നേടിയെടുത്ത വിജയം കൊണ്ടുണ്ടായതാണ്. അപ്പോൾ UDFനെ സംബന്ധിച്ച് അതൊരു കോട്ട എന്ന് പറയാൻ കഴിയില്ല. അവിടെ നല്ല മത്സരം നടക്കും എന്ന കാര്യം ഉറപ്പാണ്. കെ ബാബു മാറുമ്പോഴാണ് സ്വാഭാവികമായും അതിൽ ആ മാറ്റം ഉണ്ടാകുക. അപ്പോൾ ആരെല്ലാം സ്ഥാനാർത്ഥികളായി വരാം അത് വളരെ പ്രധാനമാണ്. ആര് എതിരാളിയാകുന്നു എന്നത് പ്രധാനമാണ്. എം സ്വരാജ് വീണു, അദ്ദേഹത്തിന്റെ പേര് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ വരാനുള്ള സാധ്യത നമുക്കറിയില്ല. ML കുമാർ മേയറാണ്, അരുൺകുമാർ, അങ്ങനെ പല പേരുകളും LDF ക്യാമ്പിൽ നിന്ന് വരുന്നു. UDF ക്യാമ്പിലാണ് സ്വാഭാവികമായി ഏറ്റവും ആകാംക്ഷ. ആര് പകരക്കാരനാകും? കൊച്ചിയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ്, അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഒരു മുഖമുള്ള M ലിജു, അദ്ദേഹത്തിന്റെ പേരുണ്ട്. അതുകൂടാതെ ഒരു സെലിബ്രിറ്റി മുഖം രമേശ് പിഷാരടിയുടെ പേരുണ്ട്. അതുകൂടാതെ തമ്പി സുബ്രഹ്മണ്യം, അങ്ങനെ പല പേരുകളും, രാജു P നായർ ഉറപ്പായും, അങ്ങനെ പല പേരുകളും അവിടെയുണ്ട്. DCC പ്രസിഡന്റിന്റെ പേര് ഒരു പക്ഷേ സാമുദായിക സമവാക്യമൊക്കെ ആയി പരിഗണിച്ചായിരിക്കാം. സ്വാഭാവികമായി ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തൃപ്പൂണിത്തറ ഇത്തവണ ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് മണ്ഡലങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ അതിലുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട.